ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊമേഴ്സ് ലേണിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിദ്യാ സന്ദീപ്. നമ്മളിന്ന് കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന സബ്ജക്റ്റിലെ കോപ്പറേഷൻ വേർഡ്സ് സോഷ്യലിസം എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോപ്പറേഷൻ വേർഡ്സ് ക്യാപിറ്റലിസം ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്, അതായത് കോപ്പറേഷൻ വേർഡ്സ് സോഷ്യലിസത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ആദ്യമായിട്ട് നമുക്ക് സോഷ്യലിസം എന്താണെന്ന് നോക്കാം. ഓക്കെ, it is a system wherein all means of production and distribution is owned and controlled by the state. അതായത് നമ്മളെ ഒരു രാജ്യത്തുള്ള അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലുള്ള എല്ലാ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ സ്റ്റേറ്റ് ആയിരിക്കും. സ്റ്റേറ്റ് മീൻസ് ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, ഗവൺമെന്റിനായിരിക്കും അവിടെ പ്രയോറിറ്റി ഉണ്ടായിരിക്കുക. നമ്മൾ നേരത്തെ ക്യാപിറ്റലിസത്തിന്റെ കേസിൽ പറഞ്ഞിരുന്നു, അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനായിരുന്നു എല്ലാ ഓണർഷിപ്പും ഉണ്ടായിരുന്നത്. അവരായിരിക്കും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കൺട്രോൾ ചെയ്തിരുന്നത്. പക്ഷേ ഇൻ കേസ് നമ്മൾ സോഷ്യലിസത്തിന്റെ കേസ് നോക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ ദി സ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ പറയാം പ്രൊഡക്ഷൻ ആർ ഓൺഡ് ബൈ പബ്ലിക് അതോറിറ്റി, അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റോ അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റി, ഗവൺമെന്റിൽ കീഴിൽ സ്ഥിതി ചെയ്യുന്ന അതോറിറ്റിയോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ സോഷ്യലിസത്തിന്റെ അണ്ടറിൽ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓൺ ചെയ്യുന്നത്. ദെൻ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റ് നോട്ട് ഫോർ പ്രോഫിറ്റ് ബട്ട് ഫോർ ദി സർവീസസ് ഓഫ് ദി കമ്മ്യൂണിറ്റി. അവർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല ഒരിക്കലും വർക്ക് ചെയ്യുന്നത്, ഫോർ ദി സർവീസ് ആണ്. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമായുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫീച്ചേഴ്സ്, മെയിൻ ആയിട്ട് സോഷ്യലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് സ്റ്റേറ്റ് അലോൺ ഹാസ് ദി പവർ ടു ഓർഗനൈസ് ആൻഡ് കണ്ടക്ട് പ്രൊഡക്ഷൻ. അതായത് സ്റ്റേറ്റിന് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ കണ്ടക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ ആർക്കായിരിക്കും, നമ്മുടെ സ്റ്റേറ്റിനായിരിക്കും അല്ലെങ്കിൽ ഗവൺമെന്റിനായിരിക്കും. ഓക്കെ, ദെൻ രണ്ടാമത് പറഞ്ഞത് നാഷണലൈസേഷൻ ഓഫ് ഓൾ ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, that is land, factories, mine, railways and their ownership to be transferred to the state. Okay, and the nationalization എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രൈവറ്റ് ഓണർഷിപ്പ് നമ്മൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതന്നെയാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ പ്രൊഡക്ഷനിലുള്ള എല്ലാ ഭാഗങ്ങളും, അതായത് ലാൻഡ്, നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പ്ലസ് 2 മുതലുള്ള ക്ലാസ്സിലെ പഠിക്കണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ്, മണി, അല്ലെ, അതൊക്കെ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പിൽ നിന്ന് നമ്മൾ ആർക്ക് നൽകുകയാണ്, നമ്മുടെ സ്റ്റേറ്റിന് നൽകുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറയുന്നുണ്ട് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ലാൻഡ്, ഫാക്ടറീസ്, മൈൻസ്, റെയിൽവേ ആൻഡ് ദെയർ ഓണർഷിപ്പ് ടു ബി ട്രാൻസ്ഫർഡ് ടു ദി സ്റ്റേറ്റ്. ഇനി മൂന്നാമത്തെ ഫീച്ചർ പറയുന്നത് കൺട്രോളിംഗ് ബോർഡ്സ് വുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഈച്ച് ഇൻഡസ്ട്രി ആൻഡ് ദി സ്റ്റേറ്റ് വുഡ് പേ വേജസ് ഫിക്സഡ് ബൈ സച്ച് ബോർഡ്സ്. അതായത് ഒരു കൺട്രോളിംഗ് ബോർഡ് എവിടെ ഉണ്ടായിരിക്കും, സോഷ്യലിസത്തിന്റെ അണ്ടറിൽ ഉണ്ടായിരിക്കും. ഈ കൺട്രോളിംഗ് ബോർഡിൽ ഉണ്ടായിരിക്കുക സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. ദെൻ ഓരോ ഇൻഡസ്ട്രിക്കും ഓരോരോ കൺട്രോളിംഗ് ബോർഡ്സ് ഉണ്ടായിരിക്കും. ദെൻ അവരായിരിക്കും വേജസ്, അതായത് ഇൻഡസ്ട്രിയിലുള്ള ലേബേഴ്സിന് ആവശ്യമായ വേജസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഈ കൺട്രോളിംഗ് ബോർഡ്സ് ആയിരിക്കും. അപ്പൊ അവര് നിർദ്ദേശിക്കുന്ന വേജസ് ആയിരിക്കണം ഗവൺമെന്റ് ലേബേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് നൽകേണ്ടത്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ ആയിരുന്നത് സ്റ്റേറ്റ് വുഡ് പ്രൊവൈഡ് വർക്ക് ഫോർ എവ്രി വൺ. അതായത് എല്ലാവർക്കും എന്താണ്, നമ്മളൊരു ഈക്വാലിറ്റി എന്നൊക്കെ പറയാം. ഓക്കെ, എല്ലാവർക്കും ജോലി ഈക്വലി നമ്മൾ നൽകണം. കാരണം അവർക്കൊരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു സോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗവൺമെന്റ് വർക്കായിട്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ആയിട്ട് നൽകുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് സ്റ്റേറ്റ് വുഡ് പ്രൊവൈഡ് വർക്ക് ഫോർ എവ്രി വൺ. The next one, the state itself would be capitalist, the landlord and the organizer of industry, and thus interest and rent would disappear. അതായത് ഒരു സോഷ്യലിസത്തിന്റെ അണ്ടറിൽ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നതും ലാൻഡ് ലോർഡ് എന്ന് പറയുന്നതും ഇൻഡസ്ട്രി ഓർഗനൈസ് ചെയ്യുന്ന ആളെന്ന് പറയുന്നതും ഒക്കെ ആരായിരിക്കും, നമ്മുടെ ഗവൺമെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റും അതുപോലെ റെന്റും നമുക്ക് എവിടെ കാണാൻ സാധിക്കില്ല, സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ കാണാൻ സാധിക്കില്ല. നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ലാൻഡ് ലോഡിന്റെ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ലാൻഡ് യൂസ് ചെയ്യുന്ന ആൾ അവർക്ക് ഇൻട്രസ്റ്റ് ഒക്കെ നൽകേണ്ടി വരും.
പക്ഷേ ഈ ലാൻഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് ഒരു സർവീസ്, കമ്മ്യൂണിറ്റിക്ക് ഒരു സർവീസ് നൽകുക എന്നതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ അവർക്ക് എന്ത് നൽകേണ്ട ആവശ്യമില്ല, റെൻറ്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും. ദെൻ നെക്സ്റ്റ് പിന്നെ റെമ്യൂണറേഷൻ ഫോർ വർക്ക് വുഡ് വാരി അക്കോർഡിംഗ് ടു വൺസ് എബിലിറ്റി ആൻഡ് എവറിബഡി ഈസ് അഷ്യൂർഡ് ഓഫ് എൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി റൈസ് ഇൻ ലൈഫ് ഇറസ്പെക്റ്റീവ് ഓഫ് റാങ്ക്. അതായത് നമ്മളെ ഓരോ എംപ്ലോയിൻ്റെയും എബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും അവർക്കുള്ള റെമ്യൂണറേഷൻ നൽകുന്നത്. ദെൻ അതുപോലെ തന്നെ എല്ലാവർക്കും അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ അവരുടെ വർക്കിലുള്ള ക്വാളിറ്റി റൈസ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ഗവൺമെൻറ് നൽകിയിരിക്കും. ദെൻ അവരെ ഈക്വലി ആയിരിക്കും അവർക്ക് ഈക്വലി ആയിരിക്കും എല്ലാ ഓപ്പർച്യൂണിറ്റീസും നൽകുന്നത്. ഇപ്പം നമ്മൾ പറയാണ്ട് അവർക്ക് നല്ല ട്രെയിനിങ് നൽകുക, അതുപോലെ ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് നൽകുക. അപ്പം അതൊക്കെ നൽകിയാൽ തന്നെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള അവരുടെ വർക്ക് നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നല്ല എഫിഷ്യൻസിയിൽ ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസുമാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പം അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ എബിലിറ്റി കൂട്ടാൻ പറ്റും. എബിലിറ്റി കൂടുന്നതനുസരിച്ചിട്ട് അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷനും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് പ്രോഹിബിറ്റഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ക്യാപിറ്റലിസത്തിൻ്റെ കേസിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ അതെന്ത് ചെയ്യാണ്, പ്രോഹിബിറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആരുടെ ഓണർഷിപ്പിലായിരിക്കും, ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലായിരിക്കും. Then next പറഞ്ഞത് പ്രോഫിറ്റ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഡക്ഷൻ വുഡ് ബി സ്പെൻഡ് ബൈ ദി സ്റ്റേറ്റ് ഓൺ എഡ്യൂക്കേഷൻ, മെഡിക്കൽ റിലീഫ്, റിക്രിയേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഓഫ് ദി പുവർ. അതായത് നമ്മൾ പറഞ്ഞ ഓൾറെഡി നമ്മുടെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ദെൻ അതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും അവരെന്ത് സ്പെൻഡ് ചെയ്യുന്നത്. അതായത് ആ സൊസൈറ്റിയിലുള്ള ആളുകൾക്കുള്ള എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, മെഡിക്കൽ റിലീഫ്, റിക്രിയേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് പ്രോഫിറ്റ് സ്പെൻഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞ ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് അഷ്യൂർഡ് ഓഫ് ഫിക്സഡ് ഇൻകം. എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫിക്സഡ് ഇൻകം, അതായത് എല്ലാ എംപ്ലോയീസിനും ഒരു ഫിക്സഡ് ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ദെൻ അടുത്ത ഫീച്ചറായി പറയുന്നത് ദി എൻറ്റയർ സർപ്ലസ് ഓഫ് പ്രോഫിറ്റ് ബിലോങ് ടു ദി സ്റ്റേറ്റ്. അതായത് ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ സർപ്ലസും അതുപോലെ പ്രോഫിറ്റും സ്റ്റേറ്റിൻ്റെ കൺട്രോളിലായിരിക്കും. ദെൻ ദർ ഇസ് നോ ക്ലാസ് ഡിഫറൻസ് ഓർ ക്ലാസ് സ്ട്രഗിൾ. അതായത് ക്ലാസ് സ്ട്രഗിൾ അല്ലെങ്കിൽ ക്ലാസ് ഡിഫറൻസ് നമുക്കൊരു സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ കാണാൻ സാധിക്കില്ല. അതായത് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്ന രീതിയിലായിരിക്കും അവിടുത്തെ ആളുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് പണമുള്ള ഏറ്റവും കൂടുതൽ ക്യാഷുള്ള ആളുകൾ നമ്മൾ അപ്പർ ക്ലാസ്സിലും ഏറ്റവും കുറവുള്ളവരെ നമ്മൾ ലോവർ ക്ലാസ്സിലൊക്കെ ആയിരുന്നു ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ സോഷ്യലിസത്തിൻ്റെ കേസിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ക്ലാസ് ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. എല്ലാവരും ഒരേ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് ബാലൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അത് എക്കണോമിയിലുള്ള എല്ലാ ഏരിയയും ഒരേ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ കുറഞ്ഞ ഒരു ഡെവലപ്മെൻറ്റ് ഇല്ലാതെയും അതുപോലെ മറ്റൊരു വിഭാഗം വളരെ ഡെവലപ്മെൻ്റ് ആയിട്ടുമല്ല പോകുന്നത്. എല്ലാവരും ഈക്വലി എന്ത് ചെയ്യാണ്, ഈക്വലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് സോഷ്യലിസത്തിൻ്റെ ഫീച്ചേഴ്സായിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേഷനും സോഷ്യലിസവും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ്. സിമിലാരിറ്റീസ് ബിറ്റ്വീൻ കോർപ്പറേഷൻ ആൻഡ് സോഷ്യലിസം. ഫസ്റ്റ് വൺ പറയുന്നത് ബോത്ത് എയിം അറ്റ് ദി അബോളിഷൻ ഓഫ് ക്ലാസ് സ്ട്രഗിൾ, പ്രോഫിറ്റ് എക്കണോമി ആൻഡ് പോവർട്ടി ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് പ്ലൻറ്റി വിച്ച് മിലിറ്റേറ്റ് അഗെയിൻസ്റ്റ് ദി നോംസ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. അതായത് നമ്മുടെ കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റിൻ്റെയും മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ക്ലാസ് സ്ട്രഗിൾ എന്ത് ചെയ്യാണ്, ഒഴിവാക്കുക. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ് അങ്ങനെയുള്ളൊരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഒഴിവാക്കുക. അതുപോലെ പ്രോഫിറ്റ് എക്കണോമി എന്ന കൺസെപ്റ്റും നമ്മൾ എന്ത് ചെയ്യാണ്, ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് അല്ല ഈ രണ്ട് സൊസൈറ്റിൻ്റെയും എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കോർപ്പറേഷൻ്റെതാണെങ്കിലും സോഷ്യലിസത്തിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞെങ്കിൽ പ്രൊവൈഡിങ് സർവീസ് ആണ്. രണ്ടാമതായിട്ട് അവർക്ക് എന്ത് വരുന്നുള്ളൂ, പ്രോഫിറ്റ്
എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പോവേർട്ടി അല്ലെ, അതായത് നമ്മൾ പോവേർട്ടി എന്ത് ചെയ്യാണ്, തുടച്ചു നീക്കുക. അപ്പൊ അതൊക്കെയാണ് രണ്ടിന്റെയും, അതായത് കോർപ്പറേഷന്റെയും സോഷ്യലിസത്തിന്റെയും മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള വെൽഫെയർ നൽകുക. രണ്ടാമത് പറഞ്ഞ ബോത്ത് മെയിൻറ്റെയിൻ എക്കണോമിക് ഈക്വാലിറ്റി ആൻഡ് ഓഫർ നോ ഓപ്പർച്യൂണിറ്റി ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഗ്ലാരിങ് ഇൻഇക്വാലിറ്റീസ് ഇൻ ഇൻകം ആൻഡ് വെൽത്ത്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, എക്കണോമിക് ഈക്വാലിറ്റി നൽകുക എന്നതാണ് കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ സോഷ്യലിസത്തിന്റെയും മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഇനീക്വാലിറ്റി, ഇൻകത്തിന്റെയും വെൽത്തിന്റെയും ബേസിലുള്ള ഇനീക്വാലിറ്റീസ് എവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല, കോർപ്പറേഷന്റെയും സോഷ്യലിസത്തിന്റെ കേസിൽ കാണാൻ സാധിക്കില്ല. രണ്ടു പേരുടെയും മെയിൻ ആയിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നതാണ് ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. ഇനി മൂന്നാമത്തെ സിമിലാരിറ്റി ആയി പറയുന്നത് ഇൻ ബോത്ത് ദി ഫോംസ് ആക്ഷൻസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി എലിമിനേഷൻ ഓഫ് കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് ആൻഡ് ദെയർ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ദി പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ. അതായത് രണ്ടിന്റെയും മെയിൻ ആയിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ രണ്ടുപേരുടെയും കോർപ്പറേഷന്റെയും സോഷ്യലിസത്തിന്റെയും മെയിൻ ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലിമിനേഷൻ ഓഫ് കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. ദെൻ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞ ഈക്വാലിറ്റി, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ സോഷ്യലിസത്തിന്റെ കേസിലും അതുപോലെ തന്നെ കോപ്പറേഷന്റെ കേസിലും യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു കോമ്പറ്റീഷൻ എന്നൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. രണ്ടാമത് നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ആയിട്ട് പറഞ്ഞത് ബോത്ത് എയിംസ് അറ്റ് ദി വെൽഫെയർ ഓഫ് ദി കമ്മ്യൂണിറ്റി ആൻഡ് ദി പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പ്രോഗ്രസ്. ഓക്കെ, രണ്ടിന്റെയും എയിം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വെൽഫെയർ ആണ്, അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യുക, ദെൻ സൊസൈറ്റിയുടെ പ്രോഗ്രസ്. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് ബോത്ത് ഓപ്പോസ് ഇൻഡിവിജ്വലിസം ആൻഡ് സീക്ക് ടു റീപ്ലേസ് ഇറ്റ് ബൈ കളക്റ്റീവ് ഓണർഷിപ്പ് ആൻഡ് കളക്റ്റീവ് ആക്ഷൻ. അത് ഇൻഡിവിജ്വലിസം അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന കാര്യം നമുക്ക് കോർപ്പറേഷന്റെ കേസിലും സോഷ്യലിസത്തിന്റെ കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. അതിനൊക്കെ ഓപ്പോസ് ആണ് ഏതെന്ന് പറഞ്ഞത് നമ്മുടെ, അത് ഇൻഡിവിജ്വൽസിന് ഓപ്പോസ് ആയിട്ടാണ് ഏത് വന്നത്, നമ്മുടെ കോർപ്പറേഷനും സോഷ്യലിസവും വന്നത്. ഇൻഡിവിജ്വൽസിന് പകരം അവർ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, കളക്റ്റീവ് ഓണർഷിപ്പ് ആൻഡ് കളക്റ്റീവ് ആക്ഷൻ ആണ് അല്ലെ. അതായത് ഒന്നിച്ച് എല്ലാത്തിൻ്റെയും, നമ്മുടെ ലാൻഡ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, എല്ലാം എന്താണ്, കളക്റ്റീവ് ഓണർഷിപ്പ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ കളക്റ്റീവ് ആക്ഷൻ, എല്ലാവരും ഒന്നിച്ച് നിന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എല്ലാ ആക്ഷൻസും അല്ലെങ്കിൽ എല്ലാ വർക്കുകളും കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ആറാമത്തെ സിമിലാരിറ്റി ആയി പറയുന്നത് ബോത്ത് ലേ എംഫസിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതായത് രണ്ട് കോർപ്പറേഷനും നമ്മുടെ സോഷ്യലിസവും ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്തിനാണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഇൻ ദ സെൻസ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. ഓക്കെ, അതായത് സൊസൈറ്റിന്റെ എല്ലാ ഏരിയയിലേക്കും അവരെന്ത് ചെയ്യാണ്, രണ്ടുപേരും അതായത് കോർപ്പറേഷനും സോഷ്യലിസം ഈക്വലി ആയിരിക്കും എന്ത് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. Then next പറയുന്നത് the aims of both are rendering of services rather than earning profit. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കോർപ്പറേഷന്റെയും സോഷ്യലിസ്റ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്, അല്ലാതെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതല്ല. ഓക്കെ, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സർവീസ് ആണ്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ എന്ത് വരുന്നുള്ളൂ, പ്രോഫിറ്റ് ഏർണിംഗ് വരുന്നുള്ളൂ. ദെൻ ലാസ്റ്റ് സിമിലാരിറ്റി ആയി പറയുന്നത് ബോത്ത് ട്രൈ ഫോർ എലിമിനേറ്റിംഗ് ദി എവിൽ എഫക്ട്സ് ഓഫ് കോമ്പറ്റീഷൻ. അതായത് കോമ്പറ്റീഷന്റെ നമ്മുടെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്രോബാക്കുകൾ എന്ത് ചെയ്യാണ്, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കോർപ്പറേഷനും സോഷ്യലിസവും വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കോർപ്പറേഷനും അതുപോലെ തന്നെ സോഷ്യലിസവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് നിങ്ങൾക്ക് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യലിസം ആൻഡ് കോർപ്പറേഷൻ. ഫസ്റ്റ് വൺ പറയുന്നത് ബേസിസ് ആണ്. അതുപോലെ രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് സോഷ്യലിസം, കോർപ്പറേഷൻ. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റത്തിന്റെ ബേസിസ് ആയി നമുക്ക് നോക്കുന്ന സമയത്ത് സോഷ്യലിസം ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് വിച്ച് സീക്സ് ടു മൂവ് ടുവേർഡ്സ് ഇറ്റ്സ് ഒബ്ജക്ട്സ് ബൈ ചേഞ്ചിങ് ദി പ്രിവലന്റ് എക്കണോമിക് ഓർഡർ. അതായത് സോഷ്യലിസം എന്ന് പറയുന്നത് തന്നെ ഒരു ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റമാണ്. ഓക്കെ, അതുപോലെ തന്നെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറന്റിലുള്ള എക്കണോമിക് ഓർഡറിൽ വന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് സോഷ്യലിസത്തിലും എന്ത് ചെയ്യാറുണ്ട്, ചേഞ്ചസ് വരാറുണ്ട്. ദെൻ നമ്മൾ കോർപ്പറേഷന്റെ കേസ് നോക്കുന്ന സമയത്ത് കോർപ്പറേഷൻ ഈസ് എ സിസ്റ്റം ഓഫ് തോട്ട് ആണ്. ഓക്കെ, വിച്ച് ഈസ് കോമ്പാറ്റബിൾ വിത്ത് ഓൾ ഫോംസ് ഓഫ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ്.
അതായത് നമ്മുടെ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് അല്ല, പക്ഷെ സിസ്റ്റം ഓഫ് തോട്ട് ആണ്. സിസ്റ്റം ഓഫ് തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ കൂടി ചേർന്നിട്ടാണ് എന്ത് രൂപീകരിച്ചത്, നമ്മുടെ കോർപ്പറേഷൻ എന്ന ഒരു സിസ്റ്റം രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത് എല്ലാ എക്കണോമിക് ഫോംസിനോടും അതുപോലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തോടൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ഒരു ന്യൂട്രാലിറ്റി ആണ് ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കോർപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എല്ലാ എക്കണോമിക് സിസ്റ്റത്തിലും പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുമുള്ള നല്ല വശങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, കോർപ്പറേഷന്റെ കേസിൽ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ ടൈപ്പ് ഓഫ് റെമഡി. Socialism is a political remedy for economic evils and it is effective through the active involvement of the government. സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് എവിൽസ്, അതായത് എക്കണോമിക്, നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് ഇത് നമ്മൾ പൊളിറ്റിക്കലി എന്ത് ചെയ്യാണ്, രാഷ്ട്രീയപരമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റെമഡീസ് കാണുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ എക്കണോമിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ നമ്മൾ സൊല്യൂഷൻ കാണുന്നത് പൊളിറ്റിക്കലി ആയിരിക്കും നമ്മൾ സൊല്യൂഷൻ കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്താന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റും ഉണ്ടായിരിക്കും. നമ്മൾ കോർപ്പറേഷന്റെ കേസ് നോക്കുന്ന സമയത്ത് കോർപ്പറേഷൻ ഈസ് എ നോൺ പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ് ടു ദി എക്കണോമിക് പ്രോബ്ലംസ്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിക്കലും പൊളിറ്റിക്കൽ റെമഡി അല്ല, നോൺ പൊളിറ്റിക്കൽ റെമഡി ആണ്. അതായത് എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് അവർ പൊളിറ്റിക്കലി അല്ല എന്ത് ചെയ്യുന്നത്, റെമഡീസ് കാണുന്നത്. അവരെന്തായിരിക്കും, നോൺ പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു കാര്യവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല, കോർപ്പറേഷന്റെ കേസിൽ കാണാൻ സാധിക്കില്ല. എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് അവർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും കോപ്പറേറ്റീവ് തോട്ട്സും എല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സൊല്യൂഷൻ കണ്ടെത്തുന്നത്. നെക്സ്റ്റ് ഫീച്ചർ പറഞ്ഞാൽ സൂപ്രമസിയാണ്, അതായത് സുപ്രീം അതോറിറ്റി ആരാണെന്നാണ്. സോഷ്യലിസ്റ്റിന്റെ കേസ് നോക്കുന്ന സമയത്ത് ദി സ്റ്റേറ്റ് ഈസ് സുപ്രീം ഫോർ ഇറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻഡ് എക്സൈസസ് കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ദി സ്റ്റേറ്റ് ഇന്റർഫിയേഴ്സ് ഇൻ ഓൾ മാറ്റേഴ്സ് ആൻഡ് ദി ഫ്രീഡം കനോട്ട് ബി എക്സൈസ്ഡ്. അതായത് നമ്മുടെ സോഷ്യലിസ്റ്റിന്റെ കേസിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും നമ്മുടെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്. അവർക്കായിരിക്കും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള എല്ലാ കൺട്രോളിങ് അല്ലെങ്കിൽ ഓണർഷിപ്പും ഉണ്ടായിരിക്കാം. ദെൻ ഗവൺമെന്റ് ആയിരിക്കും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഫ്രീഡം നമുക്ക് എവിടെ കാണാൻ സാധിക്കില്ല, സോഷ്യലിസത്തിന്റെ കേസിൽ കാണാൻ സാധിക്കില്ല. നമ്മൾ കോർപ്പറേഷന്റെ കേസ് നോക്കുന്ന സമയത്ത് ദി ഇൻഡിവിജ്വൽ ഈസ് സുപ്രീം, ഹി എൻജോയ്സ് ഫ്രീഡം ഓഫ് ആക്ഷൻ, ദി മെമ്പേഴ്സ് ഡയറക്ട് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. കോർപ്പറേഷന്റെ കേസ് നോക്കുന്ന സമയത്ത് ഗവൺമെന്റിനല്ല സുപ്രീം പ്രയോറിറ്റി അല്ലെങ്കിൽ അതോറിറ്റി ഉണ്ടായിരിക്കുക, നമ്മുടെ ഇൻഡിവിജ്വൽസിനായിരിക്കും. അവരായിരിക്കും എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്യുന്നതും തീരുമാനിക്കുന്നതും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞെങ്കിൽ വളണ്ടറി അസോസിയേഷൻ ആണ്, കുറച്ച് ആളുകൾ സ്വമേധയാ കൂടിച്ചേർന്ന് രൂപീകരിച്ചതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഗവൺമെന്റിന് എന്തുണ്ടായിരിക്കില്ല, റോൾ ഉണ്ടായിരിക്കില്ല. ഇൻഡിവിജ്വൽ ഫ്രീഡം നമുക്ക് എവിടെ കാണാൻ സാധിക്കും, കോർപ്പറേഷന്റെ കേസിൽ കാണാൻ സാധിക്കും. നെക്സ്റ്റ് പറഞ്ഞത് ക്യാപിറ്റൽ. Socialism is against the idea of the accumulation of capital by individuals. അതായത് സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിസം, അതായത് ക്യാപിറ്റൽസ്, ഇൻഡിവിജ്വൽ ക്യാപിറ്റൽസ് അക്യുമുലേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സ്വരൂപിക്കുന്നതിന് എതിരാണ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യലിസം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ സോഷ്യലിസത്തിന്റെ കേസിൽ എല്ലാ ക്യാപിറ്റലും അക്യുമുലേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ഗവൺമെന്റ് ആയിരിക്കും. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ കോർപ്പറേഷന്റെ കേസ് നോക്കുന്ന സമയത്ത് ദി കോർപ്പറേറ്റീവ് ഡു നോട്ട് ഡിസ്കറേജ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്, ബട്ട് ഇൻ കോർപ്പറേഷൻ ടേക്ക് കെയർ ടു എൻഷുർ ദാറ്റ് ദേ ആർ നോട്ട് കൺട്രോൾഡ് ബൈ ഇറ്റ്. അതായത് കോർപ്പറേഷന്റെ കേസിൽ ഇൻഡിവിജ്വൽസ് ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് കോർപ്പറേഷൻ എതിരൊന്നും പറയുന്നില്ല, ഡിസ്കറേജ് ചെയ്യുന്നില്ല. ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, ക്യാപിറ്റൽ ഒരിക്കലും അവിടുത്തെ ഇൻഡിവിജ്വൽസിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരിക്കരുത് മുന്നോട്ട് പോകേണ്ടത്. ഇൻഡിവിജ്വൽസ് ആയിരിക്കണം എന്തിനെ കൺട്രോൾ ചെയ്യേണ്ടത്, ക്യാപിറ്റലിനെ കൺട്രോൾ ചെയ്യേണ്ടത്. അതായത് ക്യാപിറ്റലിന് അല്ല പ്രയോറിറ്റി നൽകേണ്ടത്. ഓക്കെ, നമ്മൾ കോർപ്പറേഷന്റെ കേസിലൊക്കെ നോക്കുന്ന ക്യാപിറ്റലിസ്റ്റിന്റെ കേസിലൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ എപ്പോഴും പ്രയോറിറ്റി ഉണ്ടായിരിക്കും എന്തിനായിരിക്കും, നമ്മുടെ മണി അല്ലെങ്കിൽ ക്യാപിറ്റലിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുള്ളൂ, ഹ്യൂമൻ ബീയിങ്സ് വരുന്നുള്ളൂ. പക്ഷേ കോർപ്പറേഷന്റെ കേസിൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് അവിടെ എപ്പോഴും പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കായിരിക്കും നൽകുന്നത്, അവിടുത്തെ മെമ്പേഴ്സിനായിരിക്കും നൽകുന്നത്. അതിന് ശേഷമേ എന്ത് വരുന്നുള്ളൂ, ക്യാപിറ്റൽ വരുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും ക്യാപിറ്റൽ ഇൻഡിവിജ്വൽസിനെ കൺട്രോൾ ചെയ്യാൻ ആര് സമ്മതിക്കാറില്ല, കോർപ്പറേഷൻ സമ്മതിക്കാറില്ല. പക്ഷേ ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാം,
ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യാം. ദ നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത് റോൾ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. ഈ സോഷ്യലിസത്തിന്റെ കേസ് നോക്കുന്ന സമയത്ത് സോഷ്യലിസം ഓപ്പറേറ്റ്സ് അണ്ടർ സ്റ്റേറ്റ് ഡോമിനേഷൻ വിച്ച് ഈസ് ബോത്ത് ദി ഡിസൈഡിങ് അതോറിറ്റി ആൻഡ് ദി ഡയറക്ടിങ് ഏജൻസി. അതായത് സോഷ്യലിസത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ആയിരിക്കും. അവർക്കായിരിക്കും ഡിസൈഡ് ചെയ്യാനും, അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനുമുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ആർക്കായിരിക്കും? ഗവൺമെന്റിനായിരിക്കും. പക്ഷെ കോർപ്പറേഷന്റെ കേസിൽ സ്റ്റേറ്റിന്റെ റോൾ എന്ന് പറയണമെങ്കിൽ കോർപ്പറേഷൻ സീക്സ് ടു അവോയ്ഡ് സ്റ്റേറ്റ് കൺട്രോൾ. സ്റ്റേറ്റ് കൺട്രോൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കില്ല? കോർപ്പറേഷന്റെ കേസിൽ കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾ എവിടെ ഉണ്ടായിരിക്കില്ല? കോർപ്പറേറ്റീവ് സൊസൈറ്റിന്റെ കേസിൽ ഉണ്ടായിരിക്കില്ല. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ജനറലി കോർപ്പറേഷന്റെ കേസ് പറഞ്ഞ സമയത്ത് സ്റ്റേറ്റ് കൺട്രോൾ നമുക്ക് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് പറഞ്ഞത് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി. Socialism is associated with the state ownership. All the means are owned collectively by the community. അതായത് പ്രോപ്പർട്ടീസ്, സോഷ്യലിസത്തിന്റെ കേസിൽ പ്രോപ്പർട്ടീസ് എല്ലാം ആരുടെ ഓണർഷിപ്പിലായിരിക്കും? സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലായിരിക്കും. ദെൻ നമ്മൾ കോർപ്പറേഷന്റെ കേസ് നോക്കുന്ന സമയത്ത് കോർപ്പറേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് കളക്റ്റീവ് ഓണർഷിപ്പ്. കോർപ്പറേഷന്റെ കേസിൽ നമ്മൾ എന്താണ്? പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. അതായത് ഓരോ ഇൻഡിവിജ്വൽസും ഓരോ മെമ്പേഴ്സും എന്താണ്ട് അവരുടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാറുണ്ട്. അത് എന്നിട്ട് അവരെന്ത് ചെയ്യും? സൊസൈറ്റിക്ക് വേണ്ടി, കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടായിരിക്കും ടോട്ടലി നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് കളക്റ്റീവ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഓണർഷിപ്പും ഉണ്ട്, അതുപോലെ കളക്റ്റീവ് ഓണർഷിപ്പും ഉണ്ട്. ദെൻ നെക്സ്റ്റ് പറഞ്ഞ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ഇൻ സോഷ്യലിസം ഫൈൻഡ്സ് എ ടോപ്പ് പ്ലേസ്. സോഷ്യലിസത്തിലെ കേസ് നമുക്ക് പൊളിറ്റിക്സിന് എന്ത് ചെയ്യുന്നത്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് പൊളിറ്റിക്സ് എന്ന ഫാക്ടർ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? സോഷ്യലിസത്തിന്റെ കേസിൽ കാണാൻ സാധിക്കും. പക്ഷേ കോർപ്പറേറ്റീവ് സൊസൈറ്റിന്റെ കേസ് നോക്കുന്ന സമയത്ത് കോർപ്പറേഷൻ ഈസ് ഫ്രീ ഫ്രം പൊളിറ്റിക്സ് ഓർ ഇറ്റ് ഈസ് പൊളിറ്റിക്കലി ന്യൂട്രൽ. നമ്മുടെ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്സിൽ നിന്നും ഫ്രീ ആണ്. നമുക്ക് പൊളിറ്റിക്സ് അവിടെ കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയാറുണ്ട്. നമ്മുടെ കോർപ്പറേഷന്റെ ഫീച്ചേഴ്സ്, മെയിൻ ഫീച്ചറായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. അതായത് കോർപ്പറേറ്റീവ് സൊസൈറ്റി ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് അനുഭാവം കാണിക്കുകയോ അല്ലെങ്കിൽ എതിർപ്പ് കാണിക്കുകയോ ചെയ്യാറില്ല. അവരെപ്പോഴും ന്യൂട്രൽ ആയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? നിൽക്കുന്നുള്ളൂ. ഇനി അടുത്ത ഡിഫറൻസ് ആയിട്ട് പറയുന്നത് കൺട്രോൾ ആണ്. സോഷ്യലിസ്റ്റിന്റെ കേസ് നോക്കുന്ന സമയത്ത് എക്കണോമി ഈസ് കൺട്രോൾഡ് ബൈ ദി സ്റ്റേറ്റ്. നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കണോമി കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. പക്ഷേ കോർപ്പറേറ്റീവ് സൊസൈറ്റിന്റെ കേസ് നോക്കുമ്പോൾ കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആർ മാനേജ്ഡ് ഡെമോക്രാറ്റിക്കലി. ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്? കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കാണാൻ സാധിക്കുന്നത്. അത് ആളുകൾ സ്വമേധയാ എന്ത് ചെയ്യാണ്? അവരെ തന്നെ മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഫീച്ചറായിട്ട്, മെയിൻ ഫീച്ചറായിട്ട് പറഞ്ഞത് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് സർപ്ലസ്. സോഷ്യലിസത്തിന്റെ കേസിൽ ഇൻ സോഷ്യലിസ്റ്റ് എക്കണോമി ദ സർപ്ലസ് ഗോസ് ടു ദി സ്റ്റേറ്റ്. അതായത് നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കണോമിയിലെ എല്ലാ സർപ്ലസും അല്ലെങ്കിൽ എല്ലാ പ്രോഫിറ്റും ആരിലേക്കാണ് പോകുന്നത്? ഗവൺമെന്റിലേക്കാണ് പോകുന്നത്. പക്ഷെ കോർപ്പറേറ്റീവ് സൊസൈറ്റിന്റെ കേസ് നോക്കുമ്പോൾ ഇൻ കോർപ്പറേറ്റീവ് സൊസൈറ്റി ഇറ്റ് ഗോസ് ടു ദി മെമ്പേഴ്സ് ഓൺ ദി ബേസിസ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്. അതായത് കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഗവൺമെന്റിലേക്കല്ല പോകുന്നത്, മെമ്പേഴ്സിലേക്കായിരിക്കും പോകുന്നത്. ദെൻ അത് പറയുന്നത് ആ മെമ്പേഴ്സിലേക്ക് നമ്മൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൺ ദ ബേസ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ് ആണ്. ഈ പാട്രണേജ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് നടത്തുന്ന പർച്ചേസിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അവർക്ക് ഡിവിഡൻഡ് നൽകുന്നത്. അതായത് അവരുടെ ഷെയറിന്റെ ബേസിലോ ക്യാപിറ്റലിന്റെ ബേസിലോ അല്ല അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവിഡൻഡ് നൽകുന്നത്. പകരം അവർ പർച്ചേസ് ചെയ്യുന്നതിന്റെ, അവർ സൊസൈറ്റിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതിന്റെ ബേസിലായിരിക്കും അവർക്ക് ഡിവിഡൻഡ് നൽകുന്നത്. അപ്പം പ്രോഫിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിലേക്കാണ് പോകുന്നത്. അതും പാട്രണേജ് ഡിവിഡൻഡിന്റെ ബേസിലായിരിക്കും നൽകുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. സോഷ്യലിസത്തിന്റെ കേസിൽ ദി ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമി ഈസ് ടു പ്രൊട്ടക്ട് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിലുള്ള ആളുകളുടെ വെൽഫെയർ എന്ത് ചെയ്യാണ്? പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ട് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ.
ദെൻ കോർപ്പറേഷൻ്റെ കേസ് നോക്കുന്ന സമയത്ത് കോർപ്പറേഷൻ ദി ബേസിക് ഒബ്ജക്റ്റീവ് ഈസ് ടു സർവീസ് ടു ദി മെമ്പേഴ്സ്. നമ്മൾ എന്ത് ചെയ്യണം, മെമ്പേഴ്സിന് ആവശ്യമായുള്ള എല്ലാ സർവീസസും നൽകുക എന്നതാണ് എന്ത് കോർപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് സോഷ്യലിസം ആൻഡ് കോർപ്പറേഷൻ വേഴ്സ് കോർപ്പറേഷൻ എന്ന ടോപ്പിക്കിൽ കവർ ചെയ്യാനുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സോഷ്യലിസം എന്താണെന്ന് പറഞ്ഞു, സോഷ്യലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ സോഷ്യലിസവും നമ്മുടെ കോർപ്പറേഷനും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്